നമ്മുടെ കർത്താവിൻ്റെ ഉപദേശങ്ങളെല്ലാം മനുഷ്യർക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന വിധം അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. മനുഷ്യർക്ക് മനസ്സിലാകേണ്ടതിനും മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടേണ്ടതിനും വളരെ ഗൗരവമേറിയ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നത് ഗൗരവമേറിയ കാര്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ കാര്യം സുലളിതമായ രീതിയിൽ മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തുന്നത് യേശുതമ്പുരാൻ്റെ ഒരു സവിശേഷതയാണ്. പെന്തിക്കോസ്തിക്ക് ശേഷം മൂന്നാം ഞായറാഴ്ച ഇന്നത്തെ വേദഭാഗവും യേശുതമ്പുരാൻ്റെ ഉപദേശത്തിൻ്റെ ഈ പ്രത്യേകത മനസ്സിലാകുന്ന ഒരു ഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വേദഭാഗം. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ദീർഘമേറിയ ഒരു അധ്യായമാണ്. കർത്താവ് തൻ്റെ ശരീരത്തെക്കുറിച്ചും താൻ ചൊരിയുന്ന രക്തത്തെക്കുറിച്ചും അത് മനുഷ്യർക്ക് എങ്ങനെ ആത്മീയ പരിപോഷണമായി മാറുമെന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും ഗഹനമേറിയ ദീർഘമായ ഒരു പ്രബോധനം നൽകിയിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അധ്യായത്തിലാണ്. കർത്താവിൻ്റെ തിരുമൊഴി നാം ഒന്ന് ശ്രദ്ധിച്ചാൽ യേശുതമ്പുരാൻ പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. I am the life bread. I am the life giving bread. I am the bread of life. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. പൊതുവെ ഒരു ചിന്തയുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് നാം എപ്രകാരമാണ് അറിയേണ്ടത്, ക്രിസ്തുവിനെ ഞാൻ എപ്രകാരമാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ ഈ സഭയുടെ അംഗങ്ങളായിരിക്കുമ്പോൾ തന്നെ ആളുകൾ സ്വയമായി പ്രബോധിതരായി ഓരോരുവരും അവരവരുടെ ഒരു ഉത്തരവും ഒരു എക്സ്പ്ലനേഷനും കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 കാര്യം യേശുതമ്പുരാൻ ഇതിനോട് ചേർത്ത് പറയുന്നതിൽ നിന്ന് ഒഴിവാകാൻ നമുക്ക് സാധിക്കുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവന്, that is the first thing. Those who come to me. അതിനെ ലാഘവപ്പെടുത്തി മറ്റൊരു സന്ദർഭത്തിൽ യേശു പറഞ്ഞതായി ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. എൻ്റെ അടുക്കൽ വരുന്നവന്, രണ്ടാമത് എന്നെ വിശ്വസിക്കുന്നവന്. യേശുതമ്പുരാൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അത്ര കോമണായി കാണാൻ സാധ്യതയില്ലാത്ത ഒന്നിനെക്കുറിച്ച് കർത്താവ് ചെറിയ ഒരാശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മനുഷ്യപുത്രൻ ഇനി ഈ മഹത്വത്തോടെ വരുമ്പോൾ ഭൂമിയിൽ ആരുടെയെങ്കിലും ഇടയിൽ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടാകുമോ എന്ന ഒരു ചെറിയ സന്ദേഹം. നമ്മളെല്ലാം വിശ്വാസികൾ, എന്തെല്ലാം തരത്തിലെ വിശ്വാസികൾ, ഏതെല്ലാം തരത്തിലെ വിശ്വാസികൾ, വിശ്വാസം ഇതിൻ്റെ പേരില്ല ഈ നടക്കുന്നതെല്ലാം. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശുതമ്പുരാന് തന്നെ ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നാം എത്ര സന്തോഷത്തോടെ, എത്ര ഒരുക്കത്തോടെ, എത്ര താല്പര്യത്തോടെ, എത്ര ഉത്സാഹത്തോടെ ഇനിയും വരേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. ദാഹം ഒഴിവാക്കണമെങ്കിൽ
യേശുതമ്പുരാനിൽ വിശ്വസിച്ചാൽ മതി. ദാഹമറ്റുവാൻ വെള്ളം കോരുവാൻ വന്ന ഒരു സ്ത്രീയോട് കർത്താവ് പറഞ്ഞല്ലോ, ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നീരുറവായി മാറുകയാണ്. ഒരു കുടം വെള്ളം കോരാൻ വരുന്ന ആളിന് നീരുറവ് മുഴുവനും ലഭിച്ചാൽ എന്തായിരിക്കും സന്തോഷം? ആ സാധ്യത യേശുതമ്പുരാൻ ഈ ലോകത്തിന് ഇന്ന് നൽകുകയാണ്. അപ്പോൾ ഇന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമുള്ള ആളുകളുടെ അടുക്കൽ നിന്ന് വിശ്വാസത്തെ തൃണവൽക്കരിക്കുകയും വിശ്വാസത്തെ തകിടം മറിക്കുകയും ചെയ്യുന്ന സാധാരണ ആളുകൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ ചോദിക്കുന്ന ആ ചോദ്യം അന്ന് ചോദിച്ചത് യഹൂദന്മാരാണ്. അതങ്ങനെ ഇവൻ്റെ ശരീരവും ഇവൻ്റെ രക്തവും നമുക്ക് ഭക്ഷണമായി നൽകുന്നത് അതെങ്ങനെ സാധിക്കുമെന്ന് അന്നുള്ളവർ സംശയം പ്രകടിപ്പിച്ചു. നമ്മുടെ കേരളത്തിലുമൊക്കെ ബുദ്ധിയുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ വിശ്വാസത്തിൻ്റെ ഈ രഹസ്യാത്മകമായ സ്വഭാവത്തെ ദൈവ മനുഷ്യ ബന്ധത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അദൃശ്യമായ എന്നാൽ അനിർവചനീയവുമായ ആ രഹസ്യത്തെ തൃണവൽക്കരിച്ചിട്ട് ബുദ്ധിയുള്ള ആളുകളുടെ ബുദ്ധിയെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലും ചാനലിലും ഉന്നയിക്കുന്നുണ്ട്. അത് അന്നേ ഉണ്ട്. യേശു ഇത് പറയുമ്പോൾ തന്നെ യേശുവിനെ പരിഹസിച്ചിട്ട് യഹൂദന്മാർ ചോദിച്ച ചോദ്യമാണ്. ലോകത്തിൽ ആരെങ്കിലും ആ ചോദ്യം ഇന്ന് ഉന്നയിക്കുന്നെങ്കിൽ അവരുടെ പിൻഗാമികളാണവർ. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ താൻ ആരാകുന്നുവെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ എല്ലാ മനുഷ്യരുമായി ബന്ധമുള്ള 7 കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അതിനോട് താൻ ബന്ധിപ്പിച്ച് സംസാരിക്കുകയാണ്. ഇത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. 7 ഐ ആം സെയിങ്സ്, ഞാൻ ആരാകുന്നുവെന്ന് പ്രത്യേകമായി 7 പ്രാവശ്യം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ യേശുതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. എഗോ എയ്മി എന്ന മൂലഭാഷയിൽ ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന എഗോ മീൻസ് ഐ, എയ്മി മീൻസ് ഐ ആം, ഞാൻ ആകുന്നു. കർത്താവ് ഇന്ന് അരുളി ചെയ്യുന്നത് എന്താ? ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അപ്പത്തിൻ്റെ പരിപോഷണം കൂടാതെ ഭൗതികമായ വസ്തുപരമായ കാര്യങ്ങളുടെ പരിപോഷണം കൂടാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾ പത്രത്തിലോ മറ്റ് തരത്തിൽ കൗതുകമായ വാർത്തകൾ കണ്ടിട്ടുണ്ടാകാം. കഴിഞ്ഞ 70 വർഷമായി ഈ ഭക്ഷണ പാനീയങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, കഴിഞ്ഞ ഇത്ര വർഷമായി അരിയാഹാരങ്ങൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അത് ജനിച്ച് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ്. ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉടലെടുക്കുന്നവരുടെ മുതൽ അതിന് പരിപോഷണം വെക്കുന്ന അവരുൾപ്പെടെയുള്ളവർ ഇതുപോലെ സൂര്യൻ്റെ ഊർജ്ജം ഉപയോഗിച്ച് മാത്രം ജീവിക്കണം. എന്നിട്ട് ഭൂമിയിലേക്ക് വരികയും പൂർണ്ണ ആരോഗ്യത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യും. ആർക്കും തള്ളുകൾക്കിടയാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്ത്? ഭക്ഷണ സാധനങ്ങൾ, ആഹാര സാധനങ്ങളാൽ മനുഷ്യൻ പരിപോഷിക്കപ്പെട്ട് പോകണം. അത് ഏതൊക്കെ തിരഞ്ഞെടുക്കണം, എത്രമാത്രം കഴിക്കണമെന്നുള്ളത് അടുത്ത ചോദ്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഈ അനിഷേധ്യമായ പരിപോഷണത്തോട് ബന്ധിപ്പിച്ചിട്ട് യേശുതമ്പുരാൻ പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, നിത്യജീവൻ നൽകുന്നതായ അപ്പമാകുന്നു ഞാൻ. പൂർവികർ മരുഭൂമിയിൽ കഴിച്ചു മന്ന, എൻ്റെ പിതാവ് അവരെ പരിപോഷിപ്പിച്ചു. എന്നാൽ ആ മന്ന താൽക്കാലികമായ ഒരു ഭക്ഷണമാകിയാൽ അത് കഴിച്ചവർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. എന്നാൽ ഞാൻ നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവൻ എൻ്റെ ശരീരമാകുന്ന, എൻ്റെ രക്തമാകുന്ന ഈ ആത്മീയ പരിപോഷണത്താൽ പരിപോഷിക്കപ്പെടുന്നവർ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞാലും അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ അവസാന നാളിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ, ഈ അവസാന നാളിനെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള ആത്മധൈര്യത്തിനാണ് വിശ്വാസം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. ഇതെല്ലാവർക്കും ഇല്ല പ്രിയമുള്ളവരെ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കണമെങ്കിലും യേശുക്രിസ്തു ഇത്തരത്തിൽ ആത്മീയ പരിപോഷണം നൽകുന്നവനാണെന്ന് തിരിച്ചറിയണമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പിതാവാം ദൈവത്താൽ ആകർഷിക്കപ്പെട്ടാൽ മാത്രമേ ആകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചുറ്റുപാടും നമ്മുടെ കൂട്ടത്തിലുള്ളവരെയൊക്കെ നമ്മൾ ആത്മീയമായ കാര്യത്തിൽ എത്രമാത്രം നിർബന്ധിച്ചാലും, എത്രമാത്രം അവർക്ക് വേണ്ടി ത്യാഗത്തോടെ
ഒരു നടപടി എടുക്കാമെന്ന് സ്വീകരിച്ചാലും അവർ അതിന് വശംവദരാകുകയില്ല, അവർക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ വണ്ടിയെ സ്ഥലമുണ്ട്, നമുക്കിന്ന് പരിമലപ്പള്ളിയിൽ വരെ പോകാം. കുർബാന കഴിഞ്ഞാൽ ഒരിടത്ത് ഞങ്ങൾ പോകുകയില്ല, വേഗത്തിൽ തന്നെ തിരിച്ചു വരുന്നു. താല്പര്യമില്ല. പിതാവിനാൽ ആകർഷിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഒരു നടത്തിപ്പുണ്ടെങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും മോഹങ്ങളിലും ഈ സുഖ സുഷുപ്തിയിലും കിടന്ന് ഇങ്ങനെ ഈ ഭൗതികതകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ പോയി എന്തും ഭക്ഷിച്ചും കുടിച്ചും ആസ്വദിച്ചും ആ രീതിയിൽ ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ അതിലുപരിയായി ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തിലേക്ക് തിരിയണമെങ്കിൽ ആത്മാവിൻ്റെ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനായി നാം ജാഗരിക്കണം, അതിനായി നാം താല്പര്യപ്പെടണം, അതിനായി നാം ഒരുങ്ങണം, അതിനായി നാം പ്രത്യാശിക്കണം, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ്റെ ഈ ഒരു പ്രഖ്യാപനം അല്പം കൂടെ നമ്മൾ ഉള്ളിലേക്ക് കടന്ന് ഒന്ന് ചിന്തിച്ചാൽ, ദൈവം തമ്പുരാൻ്റെ അടുക്കലേക്ക് വരുന്നവന്, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ അടുക്കിലേക്ക് വരാനും അവന് അവൈലബിൾ ആകാനും ദൈവം സന്നദ്ധനാണ്. നാം അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മളിൽ നിന്ന് അകന്ന് വിദൂരസ്ഥനാകുന്ന ദൈവമല്ല. നാം ഒരു ചുവട് നടന്നാൽ 2 ചുവട് നമ്മുടെ പക്കലേക്ക് നടന്നു വരുവാൻ താല്പര്യമുള്ള, നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുവാൻ, നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള, അതിൽ വളരെ ദീർഘക്ഷമയോടെ നല്ല സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ പോലെ തന്നെയാണ് ദൈവം പിതാവാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ലോകത്തിൽ മനുഷ്യർക്കുള്ള എല്ലാ ബന്ധങ്ങളിലും ഏറ്റവും ആഴമേറിയ ഒരു ബന്ധം യേശുതമ്പുരാൻ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ബന്ധം വാക്കുകൾ കൊണ്ടുള്ളതല്ല പ്രിയമുള്ളവരെ. ആ ബന്ധം അവനെ തിരുമുൾക്കാഴ്ചയായി നമുക്ക് സമർപ്പിക്കുന്ന ഒരു ബന്ധമാണ്. ജീവന്റെ അപ്പമാകുന്നു ഞാൻ എന്ന് അരുളി ചെയ്ത കർത്താവ് തൻ്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ സമയത്ത് തൻ്റെ ശരീരമാകുന്ന ആ അപ്പം, തൻ്റെ രക്തമാകുന്ന ആ പാനീയം നമുക്ക് പരിപോഷണത്തിനായി അപ്പവീഞ്ഞുകളായി ശരീരരക്തങ്ങളായി നൽകി എന്നോർക്കണം. ഇത്രയും ആഴമേറിയ ഒരു സംബന്ധം എന്ന വാക്കിന് അടുത്ത മാസത്തിന് മുമ്പ് ഈ സമയത്ത് നമ്മുടെ മലയാളികളായ നമുക്ക് സംബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ആ വാക്കിൻ്റെ അർത്ഥം? ഒരു ബന്ധമാണ്. അത് സംബന്ധം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഊരിക്കളയാൻ കഴിയാത്ത ഒരു ബന്ധമാണ്, അല്ലേ? സംസർഗം, കൊയിനോണിയ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന പാർട്ടിസിപ്പേഷൻ ഓർ കമ്മ്യൂണിയൻ എന്ന് നാം ഇംഗ്ലീഷിൽ വിവക്ഷിക്കുന്ന സംസർഗമോ സംബന്ധമോ. എന്തൊരു ബന്ധമോ ഇത്? ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ചെറിയ ബന്ധത്തിലാണ്. ബന്ധനമല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട്, അല്ലേ? അടുപ്പം. ഇത് അരമണിക്കൂർ കഴിയുമ്പം ബ്രേക്ക് ആവും. നമ്മുടെ എല്ലാ ബന്ധങ്ങളും ടെമ്പറലാ, റിലേറ്റഡ് ടു ദ ടെമ്പോ, മീൻസ് ടൈം. എന്നാൽ യേശുതമ്പുരാൻ ഈ ലോകത്തിൽ മാത്രമല്ല ബന്ധമുള്ളത്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ തലം കഴിയണം, അതുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കണമെന്ന് ആദ്യമേ കർത്താവ് പറയുന്നത്. ഈ ഐഹികമായ ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലോകത്തിൽ നിന്ന് കടന്നു പോയാലും ഈ ബന്ധം വിടുകയില്ല. അവസാന നാളിൽ ഞാൻ അവനും അവളും എല്ലാവരും വരും. പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതല്ല കർത്താവ്. ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് വലിയ പ്രത്യാശയാണ്. ഇത് വിശ്വാസത്തിന്റെ തലത്തിൽ കൂടെ മാത്രമല്ലാതെ ശാസ്ത്രത്തിൻ്റെയോ ബുദ്ധിയുടെയോ തലത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒരു ശതമാനം ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നില്ല.
അറിയുന്നവരിൽ തന്നെ ഈ തലങ്ങളെക്കുറിച്ച് ഗൗരവമേറിയ ഒരു ചിന്തയില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഗൗരവഭാവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. യേശു തമ്പുരാൻ നമ്മളിൽ സ്ഥാപിക്കുവാൻ പോകുന്നതായ ഒരു ബന്ധം അവനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് നമുക്ക് നൽകുന്ന ബന്ധമാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇത്രയും അടുത്ത ബന്ധം നമുക്ക് എങ്ങനെ സ്ഥാപിക്കാൻ കൂടും? നമ്മുടെ ഒരു തൃപ്തി കഴിഞ്ഞാൽ നമുക്കുള്ളതിൻ്റെ ഒരു പങ്ക് വേണേ നമുക്ക് കൊടുക്കാം. എന്തും അന്യദുഃഖത്തിൽ കരുണ തോന്നി കുറച്ചുകൂടെ ത്യാഗനിർഭരമായി വേണമെങ്കിൽ ഒരു സഹായം ചെയ്യാം. ഞാനില്ലാതായി അവരൻ ജീവിക്കണമെന്ന് വിചാരിച്ച് നൽകപ്പെടുന്നതായ ഒരു ബന്ധവും ഈ ലോകത്തിലില്ല. എന്നാൽ യേശു തമ്പുരാൻ അവൻ ദൈവമാകുകൊണ്ടും ദൈവത്തിൻ്റെ ജീവനിലൂടെ മനുഷ്യന് ജീവനും സമർത്ഥമായ ജീവൻ ഉണ്ടാകേണ്ടതിന് അതിനായി മാത്രം ഭൂമിയിൽ വന്നിരിക്കുന്ന ദൈവമായ യേശു തമ്പുരാൻ അരുളി ചെയ്യുകയാണ്, എൻ്റെ ശരീരം നിങ്ങൾക്ക് ഭക്ഷണമായും എൻ്റെ രക്തം ഞാൻ നിങ്ങൾക്ക് പാനീയമായും നൽകും. ഈ ഒരു ബന്ധത്തിലേക്ക് ജീവിത വിശുദ്ധിയോടെ, നല്ല മുഖപ്രസന്നതയോടെ, നല്ല താല്പര്യത്തോടെ, നല്ല പ്രത്യാശയോടെ എത്ര പേര് ഞാൻ നിങ്ങളും നല്ല വാഞ്ചയോടെ, നല്ല പ്രതീക്ഷയോടെ ഇതിന് കാത്തിരുന്ന് ഒരുങ്ങി സ്വീകരിക്കുന്നുണ്ട്. അന്ത്യ അത്താഴത്തിൽ കർത്താവ് പറയുകയാണ്, ഈ അത്താഴം നിങ്ങളോടുകൂടെ ഞാൻ ഭക്ഷിക്കുവാൻ അഭിവാഞ്ചയോടെ ഞാൻ കാത്തിരുന്നു. ഇത്ര വർഷമെടുത്ത് നിങ്ങളുടെ കൂടെ ആയിട്ട് തന്നെ. പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് ആത്മീയ തലത്തിൽ വളരുവാൻ ദൈവജനത്തെ ഒരുക്കുന്ന വേള മുതൽ ഇന്നും നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വരെയും 2 തരത്തിലുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ മേക്കിംഗ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം കാലാകാലങ്ങളിൽ മനുഷ്യരെ അറിയിക്കുന്ന വചനത്തിൻ്റെ തലം. The mediation through the word of God, especially through the prophets. Prophetes എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്രോഫറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് വരുന്നത്. ഇതിൻ്റെ അർത്ഥം രണ്ട് വാക്കുകളാണ്. പ്രോ മീൻസ് ഫോർ, ഫാനിയോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംസാരിക്കുക, ദൈവത്തിന് വേണ്ടി സംസാരിക്കുക, ദൈവത്തിൻ്റെ അടുക്കൽ ജനത്തിന് വേണ്ടി സംസാരിക്കുക. അങ്ങനെ ഒരു മീഡിയേഷനായി നിൽക്കുന്ന അന്നും ഇന്നും. യേശു തമ്പുരാൻ ഇത് ജനത്തോട് പറയുമ്പോൾ അവനൊരു പ്രവാചകനാ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകനാണ് യേശു തമ്പുരാനാ. തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നും നാളെ ഇനി സംഭവിക്കാൻ പോകുന്നതെന്നും മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകൻ കൂടെയാണ് ലോകരക്ഷകനായ യേശു തമ്പുരാൻ. ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ പറയുകയാണ്, അവസാന നാളിൽ ഞാൻ അവനെ ഉദ്ധരിക്കുകയും ചെയ്യും. എന്തെന്നാൽ അത് പറയുന്നതിൻ്റെ കാരണം, ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്ന് ദീർഘദർശി എഴുതിയിരിക്കുന്നു. എവിടെയാ? The sum of all the prophecy, the summation of all the prophets is nothing but that God will teach his people. പ്രിയമുള്ളവരെ, നാം കൂടിയിരിക്കുന്ന ഈ ദിവ്യമായ ആരാധനയുടെ 2 ഭാഗമായിരുന്നല്ലോ. വചനത്തിൻ്റെതായ തലം, അത് ഗാനങ്ങളിലൂടെ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി വചനത്തിൻ്റെതായ ശുശ്രൂഷയുടെ തലം, the liturgy of the word of God, which is immediately followed by the liturgy of the breaking of the bread, the liturgy of the bread. അതാണ് വിശുദ്ധ കുർബാന. ചിലപ്പോഴെങ്കിലും ഒന്നിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് മറ്റതിനെ നിസ്സാരവൽക്കരിക്കുന്ന പ്രവണത ഇപ്പോൾ നമ്മുടെ ഇടയിൽ ശക്തമായിട്ടുണ്ട്. യേശു തമ്പുരാൻ്റെ ഈ പ്രബോധനത്തിൽ പോലും ഞാൻ നിങ്ങൾക്ക് എന്നെ അവൈലബിൾ ആക്കുന്ന എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്ന ആ ബന്ധം സ്ഥാപിക്കുമ്പോൾ പോലും പ്രവാചകന്മാരുടെ ധ്വനിയെ, വചനത്തിൻ്റെ ശുശ്രൂഷയെ തൃണവൽക്കരിക്കുന്നില്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. ക്രിസ്തീയ
ആരാധനയിൽ ക്രിസ്തീയ സഭയ്ക്ക് ഇന്ന് നേരിടുന്നതായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ക്രിസ്തുമതമൊക്കെ തുടക്കം മുതൽ ഇതുവരെയും വന്നുകൊണ്ടിരിക്കുന്നതിലെ ധാരാളം ഫൗണ്ടേഷൻസ് ഉണ്ട്, ധാരാളം പില്ലേഴ്സ് ഉണ്ട്. ഈ ബൃഹത്തായ ദേവാലയം നിലനിൽക്കുന്നത് ചുറ്റുപാടുമുള്ള ആ തൂണുകളെക്കാൾ പ്രധാനമായും ഇതിനകത്തുള്ള 4 വലിയ തൂണുകളാണ്. ഈ സ്ട്രക്ചർ മുഴുവൻ നിലനിൽക്കുന്ന രീതിയിലാണ്. അങ്ങനെ ക്രിസ്തീയ സഭ അതിൻ്റെ തുടക്കം മുതൽ നിലനിൽക്കുന്ന 2 ഫൗണ്ടേഷനുണ്ട്. ആ 2 ഫൗണ്ടേഷനിലും വിദ്യാഭ്യാസം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഉന്നതി നേടിയ നാമും നമുക്ക് പിണക്കാൻ കഴിയാത്ത ഇതിന് പുറത്തുള്ള സുഹൃത്തുക്കളും കൂടെ കൂടി ആ 2 ഫൗണ്ടേഷൻ്റെയും ചുവട് ഇളക്കി. The first pillar that has been shattered is the scriptural authority of Christian religion. ആരോടും വ്യക്തിപരമായി ചോദിക്കുന്നില്ല. വേദപുസ്തകം ദൈവത്തിൻ്റെ വചനമാണെന്നും അതിലെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ലെന്നും വിശ്വസിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? ആര്? ഒരുത്തൻ പോലുമില്ല. യേശുദമ്പുരാൻ പോയി കഴിഞ്ഞ് യേശുദമ്പുരാനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രബോധന വചന ശുശ്രൂഷയിലൂടെയാണ് ക്രിസ്തുമതം ശക്തിപ്പെട്ട് ദേവാലയത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങി നാം എല്ലാം അതിൻ്റെ ഭാഗമായി ഇന്നിരിക്കുന്നത്. അതാര് ചെയ്യുന്നു ആ ശുശ്രൂഷ? So because of the advancement in science and technology, and because of the better living conditions, and because of the enlightenment of the intellect day by day, we shattered the first solid foundation of Christianity, which is nothing but the scriptural authority. രണ്ടാമത്, ഇതാരും എഴുതപ്പെട്ട ഒരിടത്ത് കിടന്നിടത്തുനിന്ന് സ്വതവേ സംസാരിച്ചു പോകുന്നതല്ല. ക്രിസ്തീയ സഭയ്ക്ക് കർത്താവ് തിരഞ്ഞെടുത്തതായ അപ്പോസ്തലന്മാർ, അവർ നേതൃത്വം നൽകുന്നതായ ഒരു സ്ട്രക്ചർ, അവരിൽ കൂടെ വളർന്ന് വികാസം ഭാവിച്ച് ഈ ആത്മീയ നൽവരങ്ങളെ ലോകത്തിന് വിഭാവനം ചെയ്യുന്നതായ വളരുന്ന ഒരു സഭ, അത് നിലനിൽക്കുന്നത് ഹൈറാർക്കിക്കൽ അതോറിറ്റിയിൽ കൂടെ. എല്ലാ സഭയുടെ ഹൈറാർക്കിക്കൽ അതോറിറ്റിയെ മനുഷ്യൻ തൃണവൽക്കരിച്ചിട്ട് ചോദ്യം ചെയ്യുക. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഏത് കാര്യത്തിനും ഈ അധികാരമല്ല, ഈ ശുശ്രൂഷയിൽ ദൈവം വിളിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള പരമാധ്യക്ഷൻ മുതൽ ഞങ്ങളുടെ സ്ഥാനികരായ വൈദികർ മുതലുള്ള എല്ലാ ആളുകളെയും നമ്മൾ പരസ്പരവും ദിവസവും അതിൻ്റെ പ്രാധാന്യം ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുക. ആ ബിൽഡിംഗ് എങ്ങനെ നിലനിൽക്കും? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. യേശു തമ്പുരാൻ തൻ്റെ ജീവൻ ലോകത്തിന് നൽകുമ്പോൾ പ്രവാചകന്മാരിലൂടെ ലഭിച്ച വെളിച്ചത്തെ നിലനിർത്തി എന്നുള്ളത് വിസ്മരിക്കരുത്. അതുകൊണ്ട് ഇന്ന് ഈ വേദഭാഗത്തിൻ്റെ ഉള്ളടക്കമായി നമ്മുടെ ആത്മീയ പരിപോഷണത്തിന് ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളിലുള്ള ആ പങ്കാളിത്തത്തിൽ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭിച്ചതായ വെളിച്ചത്തെ സ്വീകരിച്ചുകൊണ്ട് ആ വെളിച്ചത്തിൽ നിന്ന് നമ്മളെ വിമുഖരാക്കുന്ന ഘടകങ്ങളെ വിഭാടനം ചെയ്തുകൊണ്ട് ആ വെളിച്ചത്തിൻ്റെ പൂർണ്ണതയിലേക്കാകുന്ന കർത്താവിനോടുള്ള സംസർഗം സ്വീകരിക്കുവാൻ പ്രാർത്ഥനാപൂർവം ഒരുങ്ങുക. അങ്ങനെ വചനപ്രബോധനത്താലും വചനത്തിൻ്റെ ആത്മീയ വെളിച്ചത്താലും ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ വീഞ്ഞായി പരിണമിച്ച് ശരീര രക്തങ്ങളായി മാറുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മപ്രചോദനത്താൽ അന്ധകാരമയമായി ലോകത്തിൻ്റെ തിന്മകളെ തിരിച്ചറിയുവാനും വിവേകബുദ്ധിയോടെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് വഴിവിളക്കായി തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ശക്തമായി പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ആദിമസഭയെ നയിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മെ നയിക്കട്ടെ.
എല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.